ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു 6 വൈറ്റനിങ് ക്രീംസിനെ പറ്റി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വൈറ്റനിങ് ക്രീംസ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള കൊച്ചു കുട്ടികൾ, അതുപോലെ പ്രഗ്നൻ്റ് ആയ വുമൺസ്, അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ, ഇവർക്കൊക്കെ 100% സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 6 വൈറ്റനിങ് ക്രീംസാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 വൈറ്റനിങ് ക്രീംസിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 എണ്ണം കുട്ടികൾക്കും 3 എണ്ണം നമുക്ക് അമ്മമാർക്കും വേണ്ടി ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇത് 2 പേർക്ക് യൂസ് ചെയ്യാം, പക്ഷേ 3 എണ്ണം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള വൈറ്റനിങ് ക്രീംസ് നിന്ന് ഈ വൈറ്റനിങ് ക്രീംസിൻ്റെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം. ഇപ്പം മാർക്കറ്റിൽ കുറേ വൈറ്റനിങ് ക്രീംസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റീറോയ്ഡ് ഉള്ളതുണ്ട്, സ്റ്റീറോയ്ഡ് ഇല്ലാത്തതുണ്ട്. സ്റ്റീറോയ്ഡ് ഉള്ള വൈറ്റനിങ് ക്രീംസ് നമുക്കറിയാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കാണും, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല സൈഡ് എഫക്ട്സ് അനുഭവിക്കും. പക്ഷേ സ്റ്റീറോയ്ഡ് ഇല്ലാത്ത വൈറ്റനിങ് ക്രീംസ് നമുക്ക് വല്ല സൈഡ് എഫക്ട്സോ കാര്യങ്ങൾ വരത്തില്ലെങ്കിലും, പക്ഷേ ഈ 18 വയസ്സ് താഴെയുള്ള കൊച്ചു കുട്ടികൾക്കും അതുപോലെ ഈ പറഞ്ഞ അമ്മമാർക്കും ഇത് അത്ര സേഫ് അല്ല. കാര്യം ഇതിൻ്റെ കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോൾസ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ഒരു പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും അത്ര സേഫ് അല്ല. ഡോക്ടേഴ്സ് ഈ പ്രഗ്നൻ്റ് ആയ വുമൺസിനും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന വുമൺസിനും ഈ 18 വയസ്സ് താഴെ കൊച്ചു കുട്ടികൾക്ക് ഇതുപോലത്തെ കോജിക് ആസിഡ്, അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡ് പോലത്തെ ക്രീംസ് ഒന്നും സജസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഈ 6 ക്രീംസിലും ഈ 2 കണ്ടൻറ്റും ഇല്ല. അത് മാത്രമല്ല, നമുക്ക് സ്കിൻ ഇറിറ്റേറ്റ് ആകത്തുമില്ല, നമുക്ക് നല്ല റിസൾട്ടും കിട്ടും. 100% സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ക്രീംസാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്രീംസ് എന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രീംസ് ആദ്യം പറയാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രീം എന്ന് പറഞ്ഞാൽ ട്യൂക്കോ കിഡ്സിൻ്റെ കുങ്കുമാതി ക്രീമാണ്. ഈ ക്രീമിൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഹൽദി, മഞ്ചിഷ്ട, സാൻഡൽവുഡ്, അതുപോലെ തന്നെ കുങ്കുമപ്പൂ. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ക്രീമിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ക്രീമിൻ്റെ ഗുണം പറഞ്ഞാൽ നമ്മുടെ കോംപ്ലക്ഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ആക്കും, നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യും. അതുപോലെ കുട്ടികളുടെ സ്കിന്നിന് എന്തെങ്കിലും ടൈപ്പിലുള്ള ഈ സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്യൂർ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവായ ഒരു ക്രീമാണ് ഈ പറഞ്ഞ ട്യൂക്കോ കിഡ്സിൻ്റെ കുങ്കുമാതി ക്രീം. അപ്പോൾ ഇനി രണ്ടാമത്തെ കുട്ടികൾക്കുള്ള ക്രീം എന്ന് പറഞ്ഞാൽ ഫെമിലിയുടെ ഹൈഡ്രേറ്റിംഗ് ക്രീമാണ്. ഇതൊരു ഫ്രൂട്ട് ബേസ്ഡ് ക്രീമാണ്. കാര്യം ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം ഫ്രൂട്ട്സ് ആണ് പറഞ്ഞാൽ, അതായത് ജോജ് ബെറി, കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ, സ്ട്രോബെറി, ബ്ലൂബെറി ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ക്രീമിൽ അടങ്ങിയിരിക്കുന്നത്. ക്രീമിൻ്റെ ഏറ്റവും മെയിൻ ഗുണം ഇത് നിങ്ങളുടെ കോംപ്ലക്ഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ പിമ്പിൾസ് നന്നായിട്ട് ഫെയ്ഡ് ആകും, അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ ഗ്ലോ എൻഹാൻസറാണ്, അതുപോലെ നല്ല മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഗുണങ്ങളുള്ള ക്രീമാണ് ഈ പറഞ്ഞ ഫെമിലിയുടെ ഹൈഡ്രേറ്റിംഗ് ക്രീം. ഇതും കുട്ടികൾക്ക് 100% സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ക്രീമാണ്. പറഞ്ഞാൽ പ്രായപരിധിയില്ല, 18 വയസ്സായുള്ള ഏത് കൊച്ചുകുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത്, 5ാം ക്ലാസ്സിലെ, 6ാം ക്ലാസ്സിലെ, 2ാം ക്ലാസ്സിലെ, 3ാം ക്ലാസ്സിലെ ഈ പ്രായപരിധിയില്ല, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 100% സേഫാണ് ഈ പറഞ്ഞ ഫെമിലിയുടെ ഹൈഡ്രേറ്റിംഗ് ക്രീം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രീം നമുക്ക് പരിചയപ്പെടാം. ഇനി മൂന്നാമത്തെ ക്രീം നമ്മുടെ സെറ്റാഫിൽ. അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ബ്രാൻഡാണ് സെറ്റാഫിൽ. കാരണം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും സേഫും ഏറ്റവും നല്ല റാങ്കിങ് ഉള്ളൊരു ബ്രാൻഡാണ് സെറ്റാഫിൽ. നമ്മുടെ സെറ്റാഫിലിൻ്റെ ബ്രൈറ്റനിങ് നൈറ്റ് ക്രീമാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ മൂന്നാമത്തെ ഏറ്റവും സേഫസ്റ്റ് ക്രീം. ഈ ക്രീമിൽ 2 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നിയാസിനമൈഡ്. നിയാസിനമൈഡിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ പിഗ്മെൻറ്റേഷനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സും ഇതൊക്കെ ഫെയ്ഡ് ആക്കാൻ പറ്റിയ ഏറ്റവും ടോപ്പ് ആൻഡ് സേഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നിയാസിനമൈഡ്. അപ്പോൾ നിയാസിനമൈഡ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അതുപോലെ രണ്ടാമത്തെ കണ്ടന്റ് പറഞ്ഞാൽ സീഡഫോഡിൽ എന്ന് പറയും. ഈ സീഡഫോഡിൽ എന്ന് പറയുമ്പോൾ മിക്കവർക്കും മനസ്സിലാത്തില്ല, ഇതെന്നാ സീഡഫോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോജിക് ആസിഡ്, അതുപോലെ ആർബ്യൂട്ടിൻ എന്നൊക്കെ പോലെ നമ്മുടെ മെലാനിൻ റെഡ്യൂസറാണ്. പക്ഷേ അതിൻ്റെ അത്രയും ഒരു സീവിയറിറ്റിയും അത്രയും ഒരു പവർഫുൾ അല്ല, മൈൽഡായിട്ടുള്ള ഒരു മെലാനിൻ റെഡ്യൂസറാണ്. കാര്യം കുട്ടികളുടെ സ്കിന്നാണല്ലോ, കുറച്ച് സോഫ്റ്റ് സ്കിന്നാണല്ലോ. അപ്പം കോജിക് ആസിഡ്, അവരെ ആർബ്യൂട്ടിൻ പോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അവരുടെ സ്കിന്ന് ഇറിറ്റേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ഈ സീഡഫോഡിൽ കുറച്ചുകൂടി ഉപകാരപ്പെടും. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ക്രീമിൽ അടങ്ങിയിരിക്കുന്നത്. ഇതും നൈറ്റ് ക്രീമാണ്. ഇതൊന്നും ഡേ ക്രീം അല്ല കേട്ടോ. ഈ പറഞ്ഞ ക്രീം എല്ലാം നൈറ്റ് ക്രീമാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി 3 ക്രീംസ് നമുക്ക് പരിചയപ്പെടാം. അത് ഗർഭിണികൾക്കും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും വേണ്ടിയുള്ളതാണ്. അതിലൊന്നാമത്തെ ഓർഡിനറി എന്ന ബ്രാൻഡിൻ്റെ അസീലിക് ആസിഡ് 10% സ്കിൻ ബ്രൈറ്റനിങ് ഫോർമുല ക്രീം എന്ന ക്രീമാണ്. ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഇത് നമ്മുടെ നോർമലി കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനത്തെ ക്രീം അപേക്ഷിച്ച് കുറച്ചുകൂടെ സേഫാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് വുമൺസിനും അതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന വുമൺസിനും ഇത് അവരുടെ സ്കിന്നിന് യാതൊരു തരത്തിൽ ഇറിറ്റേറ്റ് ചെയ്യോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. ഈ അസീലിക് ആസിഡിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ടിൻ്റെ ഗുണം പറഞ്ഞാൽ ഇത് നമ്മുടെ ആക്നെ റെഡ്യൂസ് ചെയ്യും, പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യും, സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, അതുപോലെ ഇത് നന്നായിട്ട് സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ ലൈറ്റായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ മൈൽഡ് എക്സ്ഫോളിയേറ്ററാണ്. എന്ന് പറഞ്ഞാൽ ഹാർഷായിട്ടുള്ള ഗ്ലൈക്കോളിക് ആസിഡ് അതുപോലെ റെറ്റിനോ ക്രീംസ് പോലത്തുള്ള ഹാർഷായിട്ടുള്ള എക്സ്ഫോളിയേഷൻ അല്ല, മൈൽഡായിട്ട് ചെറുതായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതും നമുക്ക് പ്രഗ്നൻറ്റ് വുമൺസിനും അതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സേഫസ്റ്റ് സ്കിൻ ലൈറ്റനിങ് ക്രീം. ഇതും നൈറ്റേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ ക്രീം എന്ന് പറഞ്ഞാൽ ഹിമാലയ ഹെർബൽസ്. അറിയാമല്ലോ, ഫേമസ് ബ്രാൻഡല്ലേ ഹിമാലയ ഹെർബൽസിൻ്റെ കോംപ്ലക്ഷൻ ബ്രൈറ്റനിങ് ഡേ ക്രീമാണ്. ഈ ഒരു ക്രീമിൽ സത്യം പറഞ്ഞാൽ 2 ഇൻഗ്രീഡിയൻസാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് നമ്മുടെ ലിക്വറൈസ്, അതായത് നമ്മുടെ ഇരട്ടി മധുരം. അറിയാമല്ലോ, നമ്മുടെ പച്ചമരുന്നുകളിൽ കിട്ടുന്ന സാധനം ഇരട്ടി മധുരം. നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യിക്കാൻ ഇതിൽ നിന്നുള്ള സാധനം വേറെയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചിലപ്പോൾ ഈ പേര് കേൾക്കുന്നത് വൈറ്റ് ഡാമർ എന്നാണ് പേര്.
അപ്പോൾ പലരും ചിന്തിക്കും വൈറ്റ് ഡാമർ ഇത് എന്തൊക്കെ പേരൊക്കെ ഈ വരുന്നത്. ഈ വൈറ്റ് ഡാമർ എന്ന് പറയുന്നത് സത്യം നമ്മൾ കണ്ട കറക്റ്റ് നമ്മുടെ പനം കൽക്കണ്ടൊക്കെ പൊലിക്കും അതുപോലത്തെ ഒരു സാധനം, വെള്ളാരം കല്ല് പോലത്തെ ഒരു വെള്ള കളർ ഒരു കല്ല് പോലത്തെ ഒരു സാധനമാണ് വൈറ്റ് ഡാമർ. ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ പറഞ്ഞാൽ ഇതിന് നല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ ആക്നെ നല്ല റെഡ്യൂസ് ചെയ്യും, ലൈനസ് റെഡ്യൂസ് ചെയ്യും, നമ്മുടെ റിംഗിൾസ് റെഡ്യൂസ് ചെയ്യും, നമ്മുടെ കോംപ്ലക്ഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, അവരെ കൊളാജൻ കൂടെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്ര ഗുണങ്ങളുള്ള സാധനമാണ് ഈ പറഞ്ഞ വൈറ്റ് ഡാമർ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലും അതുപോലെ ഈ 6ാമത്തെ ക്രീം പരിചയപ്പെടാം. അത് വേറൊന്നുമല്ല, നമ്മുടെ മാമ എർത്തിൻ്റെ വൈറ്റമിൻ സി പ്ലസ് ടർമറിക് ക്രീമാണ്. ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും മെയിൻ ഗുണം പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻസിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. നമ്മുടെ ഗ്ലൂട്ടാത്തിയോൺ കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഏറ്റവും ടോപ്പ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വൈറ്റമിൻ സി. വൈറ്റമിൻസിൻ്റെ ഏറ്റവും മെയിൻ ഗുണം പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ റിഡ്യൂസ് ചെയ്യാനും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ടോപ്പ് ആൻഡ് സേഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഈ പറഞ്ഞ വൈറ്റമിൻ സി. അപ്പോൾ ഈ വൈറ്റമിൻ സി ആണ് ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്കറിയാമല്ലോ ടർമറിക്. ടർമറിക്കിൻ്റെ മെയിൻ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. വൂണ്ട് ഹീലിംഗ് മീൻസ് നമ്മുടെ സ്കിൻ എന്ത് ടൈപ്പിലോ മുറിവുകളോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സൂപ്പ്. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറഞ്ഞ മാമ എർത്തിൻ്റെ വൈറ്റമിൻ സി പ്ലസ് ടർമറിക് ക്രീമിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ക്രീം നിങ്ങൾ നൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഏത് വൈറ്റനിങ് ക്രീംസ് നമ്മൾ യൂസ് ചെയ്താലും നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്ത്, കാരണം സൺസ്ക്രീൻ ആണ് ഇതിൻ്റെ ബേസ്. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു ഗുണമില്ല. അതുകൊണ്ട് സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ക്രീം മനസ്സിലാക്കിയല്ലോ. ഈ ക്രീം നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ നല്ല സുലഭമായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് ചെയ്തപ്പോഴും കുറേ ആൾക്കാർ എന്നോട് കമൻറ്റ് ബോക്സ് ചോദിച്ച കാര്യമാണ്, ചേട്ടാ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പറഞ്ഞാൽ 14 ദിവസം 15 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഏതെങ്കിലും സേഫസ്റ്റ് സ്കിൻ ലൈറ്റനിങ് ക്രീം ഉണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ സേഫസ്റ്റ് ആയിട്ട് സ്കിൻ ലൈറ്റനിങ് ക്രീം എങ്ങനെ പോയാലും 1 മാസം 2 മാസമൊക്കെ എടുക്കാൻ റിസൾട്ട് കിട്ടാൻ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. കാര്യം ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും സ്റ്റെറോയിഡ്സ് ഉള്ള ക്രീം അതുപോലെ തന്നെ ഹൈഡ്രോക്വിനോൺ മെർക്കുറി ഉള്ള ക്രീംസൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ അത്തരം ക്രീംസൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് വരാൻ പോണ അസുഖം ഞാൻ ഓപ്പണായിട്ട് പറയാം, സ്കിൻ ക്യാൻസർ വരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുപോലെ സ്കിൻ നല്ല തിന്നാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ബ്ലൂ ഷെയ്ഡിലേക്ക് നമ്മുടെ സ്കിൻ മാറാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇന്റേണൽ ഓർഗൻസിൻ്റെ ഡാമേജും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അത്തരം ക്രീംസിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ഇൻഫ്ലുവൻസർമാർ ഇതുപോലെ പല ക്രീമൊക്കെ വെച്ച് തള്ളി മറിച്ചൊക്കെ വരും. കാര്യം അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതാണ്. പ്രൊമോഷൻ കിട്ടുമ്പോൾ അവരെ ആൾക്കാരുടെ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും നോക്കത്തില്ല. അവർക്ക് വലുതെന്ന് പറഞ്ഞാൽ ക്രീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പൈസ മേടിക്കുക, പോവുക എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേണം നിങ്ങളുടെ ആരോഗ്യം സൗന്ദര്യമൊക്കെ നോക്കാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രീംസായിട്ട് ഏതെങ്കിലും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്ന് തള്ളി മറിച്ചാലും മേടിക്കരുത് കേട്ടോ. ഞാൻ പറയുകയാണ്, ഇതെല്ലാം ഉടായ്പ പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.